welcome back to your YouTube channel Teja Boys and Family. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് നെല്ലിക്കയുണ്ട് കേട്ടോ. അത് നമുക്ക് പറിച്ച് ഉപ്പിലിട്ട്. അപ്പം ഞാനത് പറിക്കട്ടെ, പഴുത്ത് നോക്കി കുറച്ച് നമുക്ക് പറിച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നാൽ മതി കേട്ടോ, നമ്മൾ തരാവേ. ഇതെല്ലാം പൊഴിഞ്ഞ് പഴുത്ത് പോകുന്നതിന് മുമ്പ് വരണം. പക്ഷേ എത്തിപ്പറിയാവുന്നതല്ല, ഇതെല്ലാം വലിച്ചാൽ ഇങ്ങ് വരുന്ന സംഭവമാണ്. ഈ കമ്പിലൊക്കെ പിടിച്ച് വലിച്ച ഇങ്ങ് വരും. കറ വീണതൊന്നുമല്ല, നല്ല വവ്വാല് കടിക്കാത്ത നല്ല വലിയ നെല്ലിക്കയാണ് കേട്ടോ. കണ്ട തൊട്ടാ പൊഴിഞ്ഞു പോകുന്ന പോലെ പഴുത്ത് നിൽക്കുക. അപ്പം നമ്മൾ പറിച്ചുകൊണ്ട് വന്ന നെല്ലിക്ക മുഴുവൻ ഒരു ബേസിനിലോട്ടിട്ട് കഴുകി എടുക്കാം. അതിൻ്റെ ഇങ്ങനത്തെ തണ്ടൊക്കെ ഉണ്ടെങ്കിൽ പറിച്ച് കളയാം കേട്ടോ. അഴുക്ക് പോലൊക്കെ ഇരിക്കുന്നതായിട്ട് നമുക്കിങ്ങനെ കളയാം. വേറെ പാത്രത്തിലോട്ടിടാൻ നമുക്ക് കഴിയും. ഇനി ഇതിടാനെ കൊണ്ട് നമുക്ക് അടച്ചുറപ്പുള്ള ഒരു കുപ്പി എടുത്ത് ഞാൻ നല്ലതായിട്ട് മുറുക്കി അടയ്ക്കാൻ പറ്റുന്നൊരു കുപ്പിയാണിത്. അപ്പോൾ അതിനകത്തിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ നെല്ലിക്ക ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ഇടാൻ പോകുന്നത് ഉണ്ടമുളകാണേ. വേണ്ടേ, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കീറിയിട്ടേ ഉള്ളൂ, മൊത്തം രണ്ടായിട്ടാക്കിയില്ല. ചെറുതായിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് കീറിയിട്ടിട്ട് കൊടുക്കും. നല്ല എരിവിനനുസരിച്ച് നമ്മൾ മുളകിടാം കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ ചെറുതായിട്ട് ഇച്ചിരി വിനാഗിരി ഒഴിച്ച് കൊടുക്കുവാന്നേ. ചിലർ തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ ഒഴിക്കും ഉപ്പിലിടാനൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇച്ചിരി പച്ചവെള്ളം ഒഴിക്കുന്നത്. ഇച്ചിരി വെള്ളം ഒഴിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിൽ നല്ലപോലെ ഉപ്പ് വേണം. ഉപ്പുണ്ടെങ്കിലേ അതിൻ്റെ ഒരു ഇത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഉപ്പ് കുറവാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ചീത്തയായി പോവുകയും ചെയ്യും. നല്ലപോലെ ഉപ്പുണ്ടെങ്കിൽ എത്ര നാൾ വേണമോ ഇരുന്നോളൂ. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ടതൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി ഒരു 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കിനും
ഈ എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ പിടിച്ച് കഴിയുമ്പോഴത്തേനും കഴിക്കാനൊക്കെ ഉണ്ടായിരിക്കും ടേസ്റ്റ്. അപ്പം നമുക്കിത് നല്ലപോലെ ഇറുക്കി അടച്ച് വെച്ചേക്കാം. അപ്പം നമ്മുടെ ഉപ്പിലിട്ട നെല്ലിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. റെഡി ആയിട്ടില്ല, 2-3 ദിവസമൊക്കെ ആവും നമുക്കത് കഴിക്കാൻ പരുവാകുമ്പോഴത്തേനും. 2-3 ദിവസമൊക്കെ ആവും. അപ്പോൾ കണ്ടല്ലോ എങ്ങനെ ഞങ്ങൾ ഉപ്പിലിടുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഉപ്പിലിട്ടത് വേണമെങ്കിലല്ല, ഉപ്പിലിടാൻ നെല്ലിക്ക വേണമെങ്കിൽ നമ്മളോട് വന്നാൽ മതി. അതുകൊണ്ട് ഇഷ്ടം പോലെ നെല്ലിക്കയുണ്ട്, നിങ്ങൾക്ക് ആവശ്യം പോലെ കൊണ്ടുപോകാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണും.